കഴിഞ്ഞ ദിവസമാണ് സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഉടനെ തന്നെ നമ്മുടെ രാജ്യം ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് പാകിസ്ഥാനുമായി. അതിന്റെ ഭാഗമായി രാജ്യത്തുള്ള ജനങ്ങൾക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക് അടക്കം പരിശീലനം നൽകുന്ന മോക്ക് ഡ്രില്ലുകൾ നടത്താൻ പോവുകയാണ് നമ്മുടെ രാജ്യം എന്നുള്ളതാണ് സംസ്ഥാനങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്. വ്യോമാക്രമണം നേരിടാൻ തയ്യാറാകണം, വ്യോമാക്രമണ സൈറനുകൾ മുഴക്കണം, വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകണം. പോരാത്തതിന് ലൈറ്റുകൾ ഓഫ് ചെയ്തുള്ള മോക്ക് ഡ്രില്ലുകൾ, അതായത് വീടുകളിൽ ലൈറ്റുകൾ ഓഫ് ചെയ്തുള്ള മോക്ക് ഡ്രില്ലുകൾ അടക്കം പരിശീലിക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ആ നിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ പാനിക് ആവാനൊന്നുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ അടി എന്ന് പറയുന്ന ഒരു സാധനം അത് കൊടുക്കാൻ മാത്രമുള്ളതല്ല, കൊള്ളാനും കൂടെ ഉള്ളതാണ്. ചിലപ്പോൾ ഇങ്ങോട്ട് കിട്ടിയേക്കും എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകില്ല എങ്കിലും ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് കേന്ദ്രം പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സർക്കാർ രാജ്യവ്യാപകമായി മെയ് 7-ന് മോക്ക് ഡ്രില്ല് നടത്താൻ പോവുകയാണ്. ഗുജറാത്ത്, ഡൽഹി, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവയുൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗുജറാത്തിലെ 19 സ്ഥലങ്ങളിലാണ് ഈ മോക്ക് ഡ്രില്ല് നടക്കുക. 2010 സിവിൽ ഡിഫൻസ് സൈറ്റുകളുടെ ഔദ്യോഗിക പട്ടിക പുറത്തിറങ്ങി. അതിനാൽ ഈ 259 സ്ഥലങ്ങളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുകൾ നടക്കുമെന്ന് പറയാം. UP, ജമ്മു കശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്നു മുതൽ മോക്ക് ഡ്രില്ലിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സിവിൽ ഡിഫൻസ് ലൊക്കേഷനുകളുടെ പട്ടികയിൽ ഗുജറാത്തിലെ ആകെ 19 സ്ഥലങ്ങൾ ഉൾപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ 19 സ്ഥലങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താവുന്നതാണ്. പട്ടികയിലെ ആദ്യ വിഭാഗത്തിൽ സൂറത്ത്, വഡോദര, കക്രപ്പർ, രണ്ടാം വിഭാഗത്തിൽ അഹമ്മദാബാദ്, ഭുജ്, ജാംനഗർ, ഗാന്ധി നഗർ, ഭാവ്നഗർ, കാണ്ഡ്ല, നാലിയ, അങ്കലേശ്വർ, ഓഖ, വാദിനാർ, മൂന്നാം വിഭാഗത്തിൽ ബറൂച്ച്, ഡാങ്, കച്ച്, മെഹ്സാദ, നർമ്മദ, നവസാരി ജില്ലകൾ ഉൾപ്പെടുന്നു മോക്ക് ഡ്രില്ലിൽ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്രം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 2025 മെയ് 7-ന് രാജ്യത്തുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളും പ്രതിരോധ മോക്ക് ഡ്രിൽ സെഷൻ നടത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അറിയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യോമാക്രമണങ്ങളെ അതിജീവിക്കാൻ സാധാരണക്കാർക്ക് പരിശീലനം നൽകും. 1971 ശേഷം ആദ്യമായാണ് രാജ്യത്ത് ഇത്തരത്തിലുള്ളൊരു പ്രതിരോധ മോക്ക് ഡ്രിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. നാളെ നടക്കുന്ന ഈ മോക്ക് ഡ്രില്ലിനുള്ള തയ്യാറെടുപ്പുകൾ സിവിൽ സെക്യൂരിറ്റിയിലെ സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ആഭ്യന്തരമന്ത്രി ഗോവിന്ദ് മോഹൻ യോഗങ്ങൾ നടത്തുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരും സിവിൽ ഡിഫൻസ് മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വാർത്ത, അതിർത്തി ജില്ലകളിൽ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നടത്തുന്നു എന്നുള്ളതാണ്. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളെ അനുകരിച്ചുകൊണ്ട് മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന വടക്കു കിഴക്കൻ ജില്ലകൾക്കും ഈ നിർദ്ദേശം ബാധകമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മോക്ക് ഡ്രില്ലിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സൈറനുകൾ മുഴക്കും. ആക്രമണം ഉണ്ടായാൽ എങ്ങനെ അതിജീവിക്കാമെന്ന് പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകും. പ്രധാന നഗരങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും വൈദ്യുതി മുടങ്ങും. സുരക്ഷിതമായി പലായനം ചെയ്യുന്നതിൽ പൗരന്മാർക്ക് പരിശീലനം നൽകും. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളെല്ലാം തന്നെ എങ്ങനെ ക്യാമഫ്ലാഷിലൂടെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കണം എന്നിവയുള്ള പരിശീലനം നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞായറാഴ്ച ഫിറോസ്പൂർ കണ്ടോൺമെന്റ് പ്രദേശത്ത് രാത്രി 9 മുതൽ 9:30 വരെ എല്ലാ ലൈറ്റുകളും അണച്ചുകൊണ്ട് 30 മിനിറ്റ് ബ്ലാക്ക് ഔട്ട് മോക്ക് ഡ്രിൽ നടത്തിയിരുന്നു. ഏതെങ്കിലും വാഹനങ്ങളുടെ ലൈറ്റുകൾ പോലും കത്തിക്കാൻ സംബന്ധിച്ചില്ല. അത് കത്തുന്നത് കണ്ടാൽ ഓഫ് ചെയ്യിക്കാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഈ സൈറൻ, ആക്രമണത്തിന്റെ സൈറൻ മുഴങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പരിഭ്രാന്തരാകരുത് എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. കൂടാതെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഉടൻ എത്തിച്ചേരുക. 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ എത്തിച്ചേരണം. വീടുകൾക്കുള്ളിൽ തന്നെ തുടരുക. തുറസായ സ്ഥലങ്ങളിൽ നിന്ന് മാറി കെട്ടിടങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇതിനു പുറമെ TV, റേഡിയോ, സർക്കാർ മുന്നറിയിപ്പുകൾ എന്നിവ ശ്രദ്ധിക്കുക. കൂടാതെ കിംവദന്തികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സൈറൻ മുഴങ്ങുമ്പോൾ ചെയ്യേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.